ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ വചനം വചനം ദൈവത്തിൻ വചനം 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 ദൈവത്തിൻ വചനം. അപ്പാ എനിക്ക് എന്ത് ഡ്രസ്സാ വാങ്ങിക്കുന്നേ? ആ കടയിലുള്ള എൻ്റെ മോക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു ഉടുപ്പ് അപ്പ വാങ്ങിത്തരും. പോരെ? അതേ കാശായാലോ? അപ്പൻ്റെ അത്ര കാശുണ്ടാവോ? അതൊക്കെ ഉണ്ട്. ഉടുപ്പ്, കേക്ക്, സ്കൂൾ ഫീസ്. ആ സ്കൂൾ ഫീസ് ഇപ്പൊ തന്നെ 2 days ആയി അല്ലേ അമ്മ? ആ അതൊക്കെ നമ്മള് ഉടനെ കൊടുക്കല്ലേ. ഉടനെ എന്ന് പറഞ്ഞ ഉടനെ ഇന്ന് തന്നെ. പ്രോമിസ്? പ്രോമിസ്. പിന്നെ സ്കൂളിൽ നിന്ന് നമ്മൾ നേരെ ഹോട്ടൽ പാരഡൈസിലേക്ക്, അവിടുന്ന് ഫുഡും കഴിഞ്ഞ് ഐസ്ക്രീമും. ഓ യെസ്. പിന്നെ അമ്മയ്ക്കൊരു ചുരിദാർ. ദേ അമ്മ വേഗം വന്നേ. അമ്മ എന്തിനിങ്ങനെ വിളിച്ചു പോകുന്നേ? ദേ അമ്മക്കൊരു ചുരിദാർ വാങ്ങിക്കുന്നുണ്ട്. ആണോ? എന്തോ കോളടിച്ച മട്ടുണ്ടല്ലോ. എന്ന് വെച്ചോ. പിന്നെ നിങ്ങൾ 3 മണിയാകുമ്പോ പള്ളിക്ക് പുറകിലെ റോഡിലേക്ക് വാ, നമുക്ക് അവിടെ വെച്ച് കാണാം. ഞാനവിടെ ഉണ്ട്. ഓക്കെ, പോട്ടെ മോളെ. എന്തൊക്കെയുണ്ട് യോബേട്ട? സുഖം. എവിടെ എടാ നീ വന്നിട്ട് അധികം നേരമേ? കുറച്ചു നേരമായി. എന്നിട്ട് പിന്നെ നിനക്ക് അപ്പ തന്നെ എന്നെ വിളിക്കായിരുന്നില്ലേ? എടാ അതെ ചേടാ, പിന്നെ ആ മാത്യു ചേട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതെന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. എടാ ഇനിയിപ്പോൾ ആ കാശ് കൊടുക്കാൻ എന്ത് ചെയ്യും? എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കാനാ? മനുഷ്യനോട് ആകെ തലയ്ക്ക് ഭ്രാന്തി പിടിച്ചിരിക്കണം. അപ്പോഴാണ്. അല്ല, നീ എന്താണ് എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? വല്ല കാശിൻ്റെ കാര്യത്തിനാണ്? അതിപ്പോ ആ ജോസഫ് സാറിന്റെ ഇടപാട് കഴിഞ്ഞാൽ പിന്നെ ആ കാശ് എടുക്കല്ല. ഞാൻ രാവിലെ തന്നെ അവിടെ പോയിരുന്നു. അങ്ങേർക്ക് അതിന് താല്പര്യമില്ലെന്ന്. താല്പര്യമില്ലെന്നാ? അയാൾക്ക് ആ സ്ഥലം പിടിച്ചുപോയി മനസ്സിൽ കണ്ട അതേപോലത്തെ തന്നെ സ്ഥലമാണെന്ന് പറഞ്ഞതല്ലേ? ഇത്രയും ദിവസം അതിൻ്റെ പുറകെ നടന്നിട്ടേ ഇന്നിപ്പോൾ അഡ്വാൻസ് കൊടുക്കേണ്ട ഈ ദിവസം ഇങ്ങനെ പറഞ്ഞാൽ എന്താ ചെയ്യണം? നീ ആരെങ്കിലും പാര വെച്ചാണ്? ഒരു കണക്കിന് വേണമെങ്കിൽ അങ്ങനെ പറയാം. അയാളുടെ ഒരു അളിയൻ ഡൽഹിയിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്നിട്ട് അളിയനും കൂടി പോയി ആ സ്ഥലം കണ്ടേ. ആ സ്ഥലം കണ്ടിട്ട് വന്നിട്ട് അളിയനെ സ്ഥലം ഇഷ്ടപ്പെട്ടില്ലെന്ന്. എന്നിട്ട് വർത്താനം. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്തു പറ്റിയടാ? എടാ നാളെ എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. ഉച്ച കഴിഞ്ഞ് പോയി ഒരു ബർത്ത്ഡേ കേക്ക് മേടിക്കണം. പിന്നെ ഒരു ഉടുപ്പ് മേടിക്കണം. അതുവഴി സ്കൂളിൽ പോയി കൊച്ചിൻ്റെ സ്കൂൾ ഫീസ് അടയ്ക്കണം. പിന്നെ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കണം. പോണ വഴിക്ക് വൈഫിനൊരു ചുരിദാറും മേടിക്കണം. എന്തൊക്കെ പരിപാടിയായിരുന്നു. ഒരാവേശത്തിന് കയറി ബർത്ത്ഡേക്ക് അളിയനോടും ഫാമിലിയോടൊക്കെ വരാനും പറഞ്ഞു. എടാ എന്നിട്ട് നീ എന്നെ വിളിച്ച? നിനക്കിപ്പോൾ അതാണ് വലിയ ബെസ്റ്റ്. എടാ ഇതിനൊക്കെ കാശ് വേണ്ടേ? ജോസഫ് സാറിന്റെ അഡ്വാൻസ് കിട്ടിയിട്ട് ആ കാശ് വെച്ച് ഇതൊക്കെ ചെയ്യാനുള്ള പരിപാടിയായിരുന്നല്ലേ? ഇനിയിപ്പോൾ എന്താ ചെയ്യുക? മനുഷ്യന് തൻ്റെ വഴികൾ ശരിയെന്ന് തോന്നുന്നു, എന്നാൽ കർത്താവ് ഹൃദയത്തെ തൂക്കി നോക്കുന്നു. സുഭാഷിതങ്ങൾ 21-ാം അധ്യായം 2-ാം വാക്യം. എൻ്റെ കയ്യിലാണെങ്കിൽ 10 പൈസയില്ല.
നീ ഒരു പണിയേക്ക്, ഭാര്യ വിളിച്ച് കാര്യം പറ. അല്ലെങ്കിൽ വേണ്ട, നമുക്കൊന്നുകൂടി ശ്രമിച്ചു നോക്കാം. 3 മണിയാകുമ്പോഴേ പള്ളിക്ക് പുറകിലുള്ള റോഡിലേക്ക് മോളെയും കൂട്ടിയിട്ട് വൈഫിനോട് വഴം പറഞ്ഞിരിക്കുക. മാത്യു സാറിനാണുള്ളത്. ഇതിനിപ്പോ എന്ത് പറയും? കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു. ഹലോ മാത്യു സാറിനാ? അല്ല അത് നടക്കില്ല ഏട്ടാ. അഡ്വാൻസ് കൊടുത്തിട്ട് നമ്മൾ പറഞ്ഞ സമയത്ത് വണ്ടി മേടിച്ചില്ലല്ലോ. അഡ്വാൻസ് തിരിച്ചു മേടിക്കാനാ? എൻ്റെ പൊന്നു ചേട്ടാ, ആ 10,000 രൂപ പോയിന്ന് വിചാരിച്ചാൽ മതി. അയാളെ ആ വണ്ടി മറ്റാർക്കും മറിച്ചു വിറ്റു. ആ, നിങ്ങളിവിടെ നിൽപ്പുണ്ടായിരുന്നോ? ഞങ്ങളിവിടെ നിൽക്കണ്ടായിരുന്നു. നിർത്തി ചേട്ടാ, ചേട്ടാ കൂടുതൽ വർത്താനം പറയരുത് കേട്ടോ. വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം, അല്ലാതെ ആളുകൾ വെറുതെ പറഞ്ഞു പറ്റിക്കരുത്. 1,80,000 രൂപയുടെ ബൈക്കിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയതിന് ചേട്ടൻ 10,000 രൂപ അഡ്വാൻസ് കൊടുത്തു. ഇപ്പം ആ പൈസ തിരിച്ചു മേടിക്കണം പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ മേടിക്കാനാ? എടാ വേണ്ടടാ. എന്ത് വേണ്ടത്? ഇയാൾ കുറച്ചു മുമ്പ് എന്നോട് ഫോൺ ചെയ്ത് എന്താ പറഞ്ഞത് നിനക്കറിയോ? ഇല്ല. എന്നാ കേട്ടോ. എന്താടാ? ഇയാൾ അഡ്വാൻസ് കൊടുത്ത പൈസ അയാൾക്കടയിൽ നിന്ന് മേടിച്ച് നമ്മൾ ഇയാൾക്ക് തിരിച്ചു കൊടുക്കണമെന്ന്. അത് കൊള്ളാല. ഈ പറഞ്ഞ ഞാൻ അറിഞ്ഞില്ല. എന്നിട്ട് നീ എന്താ എന്നോട് പറയായിരുന്നു? പറഞ്ഞിട്ട് എന്തിനാ നമ്മളിത് എവിടെ നിർത്തി കൊടുക്കാനാ? ഒരു കാര്യം പറഞ്ഞാക്കാം, മേല് വണ്ടി അഡ്വാൻസ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ പിന്നാലാടുന്നുണ്ടല്ലോ, ഞങ്ങളുടെ സ്വഭാവം മാറും. നാണമില്ലാത്ത മനുഷ്യൻ. ഇനിയിപ്പൊ തരാന്ന് വെച്ചാൽ തന്നെ ഭിക്ഷക്കാരിലും ഭീകരാവസ്ഥയാണ് ഞങ്ങളുടേത്. ഇതാ ഇവനൊരു ഉടുപ്പ് മേടിക്കണം, കേക്ക് മേടിക്കണം, പിങ്കി മോളുടെ ബർത്ത്ഡേ ആണ്, അതറിയോ? പിന്നെ കൊച്ചിന്റെ ക്വാർട്ടർലി ഫീസ്, ഭാര്യയുടെ ചുരിദാറിന്റെ കാര്യം, അത് പിന്നെ വേണ്ടെന്ന് വെക്കാം. അത് വീണനോട് പറഞ്ഞ മനസ്സിലാവും. വേണ്ടടാ, ഇതൊക്കെ ഇയാളോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ 10,000 രൂപയുടെ കാര്യം ചേട്ടൻ മറന്നേക്ക്. നീ വാടാ. തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. സങ്കീർത്തനങ്ങൾ 34 അധ്യായം 13 വാക്യം. എന്നാലും നീ അത്രയൊന്നും പറയേണ്ടിയില്ലായിരുന്നു. നമുക്കൊന്നും അറിയില്ലെന്നേ. ചേട്ടൻ വണ്ടി വാങ്ങിക്കില്ലെന്ന് ഉറപ്പായപ്പോ തന്നെ ഞങ്ങളത് വിട്ടതാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഞാനത് മനഃപൂർവ്വം ഒരു തട്ടുകെട്ടിയതാ. നമുക്ക് ആ ജോസഫ് പണം തന്നുവെന്ന് മാത്യുവിനോട് പറയുകയും ആ പണം അയാൾ നമ്മളോട് ചോദിക്കുകയും ചെയ്താലേ ഈ അവസ്ഥയിൽ എന്നെ കൊണ്ടൊന്നും പറ്റില്ല. അല്ല, നീ എന്തിനാ എന്റെ ദാരിദ്ര്യ കഥ മുഴുവൻ അയാളോട് പറയാൻ പോയത്? അത് പിന്നെ ഈ അയാളുടെ ഈ വർത്താനത്തിന്റെ റൂട്ടൊന്ന് മാറ്റിപ്പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ തോന്നിയ ഒരു ഐഡിയ ആണത്. അതങ്ങ് വെച്ച് കാച്ചി, അത്രേ ഉള്ളു. ഈ അല്ല പള്ളിയുടെ പുറകിൽ നിൽക്കുന്ന നിന്റെ ഭാര്യയുടെയും കുട്ടിയുടെ അടുത്തേക്ക് ഞാൻ വരണു. അല്ലാതെ പിന്നെ ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടെങ്കിലേ വലിയ പൊട്ടിത്തെറിയൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോ വേറൊരാളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൂടെ കൊണ്ടുപോകണല്ലേ നല്ലതേ. എല്ലാം അറിയുന്ന നീ തന്നെ കൂടെ വരുന്നതല്ലേ നല്ലത്. എനിക്ക് നിന്റെ ഭാര്യയുടെ കാര്യം ഓർത്തിട്ടല്ല, ആ കുഞ്ഞിന്റെ അവസ്ഥ ഓർത്തിട്ടാ. അല്ലടാ, അതെ വേറൊരു കാര്യമുണ്ട്. എന്താ? അല്ല, നീ നേരത്തെ പറഞ്ഞ മാതിരി ഇയാള് ജോസഫ് മാത്യു ചേട്ടനോട് നമ്മുടെ കയ്യിൽ കാശ് ഏൽപ്പിച്ച കാര്യം പറയൂ. ഓ, ഇതാണ് കാര്യം. ഞാൻ വിചാരിച്ച് ഒരു കേക്കെങ്കിലും മേടിക്കാനുള്ള വഴി കണ്ടുപിടിച്ചിട്ടുണ്ടാവുന്നു. പിന്നെ മാത്യു ചേട്ടനും ജോസഫും തമ്മിൽ കാണുന്ന കാര്യം, അങ്ങനൊരു സംഭവം ഒരിക്കലും ഉണ്ടാവില്ല. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതത്രേ. സുഭാഷിതങ്ങൾ 16 അധ്യായം 1 വാക്യം. ഹലോ ചേട്ടാ, ഒന്നവിടെ നിന്ന് ചേട്ടാ. ചേട്ടനെന്നെ മനസ്സിലായ? അത് പിന്നെ
ആ വണ്ടി ആ അതെ അത് തന്നെ. എൻ്റെ വണ്ടിയാണ് ചേട്ടൻ വാങ്ങിക്കാൻ അഡ്വാൻസ് തന്നിട്ട് പോയത്. ഓ ഞാൻ ജോസഫ്. ഉവ് എനിക്ക് മനസ്സിലായി. ആ അത് വേറെ ആർക്കോ വിറ്റല്ലേ? അതെന്ത് വർത്താനം ചേട്ടാ പറയണത്? കാര്യം നിങ്ങളൊരു അഡ്വാൻസ് തന്നിട്ട് പോയെങ്കിലും പിന്നെ ആളെപ്പറ്റി ഒരു വിവരവും ഇല്ല. ഒന്നെന്നെ വിളിക്കുകയോ ആ ജോണിനോടോ ആൻ്റണിയോടോ കാര്യം പറഞ്ഞു വിടണ്ടേ? അത് പിന്നെ ക്യാഷിന് കുറച്ച് ടൈറ്റായി പോയി, അതുകൊണ്ടാ. എന്ത് ടൈറ്റാണെങ്കിലും എന്താ, വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കണേ ചേട്ടാ. നിങ്ങൾ ബാക്കി പണമായി വരാതിരുന്ന എനിക്ക് എൻ്റെ വണ്ടി വിൽക്കണ്ടേ? അതുകൊണ്ട് ഞാൻ എൻ്റെ ആ വണ്ടി വിറ്റു. അത് പിന്നെ അത് സാരമില്ല. ആ അത് കൊള്ളാം. ആ തന്ന അഡ്വാൻസ് തിരിച്ചു കൊടുത്തു വിട്ടപ്പോഴെങ്കിലും എന്നെ വിളിച്ചൊരു സോറി പറയുന്നത് ഞാൻ വിചാരിച്ചു. ഇനി അവന്മാരെ കാശ് തന്നോ? തന്നു തന്നു. അവന്മാരുടെ പെരുമാറ്റ രീതി കണ്ടപ്പോൾ ആ പണം നിങ്ങളുടെ അടുത്ത് എത്തില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. എനിക്ക് നിങ്ങളുടെ പണം വേണ്ട, അതാ കയ്യോടെ കൊടുത്തു വിട്ടത്. എന്നാലെങ്കിലും സോറി പറയൂ ചേട്ടാ. ഓ സോറി. ഇങ്ങനെ പറഞ്ഞു പറയിക്കുമ്പോൾ സോറി പറയുന്ന നല്ല മര്യാദ, അല്ലാതെ പറയണം. അപ്പോൾ പറ്റ ചേട്ടാ. ഓ തുളച്ചു കയറുന്ന വാളുപോലെ വീണ്ടും വിചാരമില്ലാതെ വാക്കുകൾ പ്രയോഗിക്കുന്നവരുമുണ്ട്. സുഭാഷിതങ്ങൾ 12-ാം അധ്യായം 18-ാം വാക്യം. ഹലോ. താങ്കൾ താങ്ക് യു മോളെ. എന്താ പേര്? പിങ്കി. ഓ നാളെ എന്റെ ബർത്ത്ഡേയാ. ആണോ? ഹാപ്പി ബർത്ത്ഡേ മോളെ. താങ്ക് യു അങ്കിൾ. ഞങ്ങള് എനിക്ക് ഡ്രസ് വാങ്ങിക്കാൻ പോവാ. അതെയോ? ആ അത് നാളെയാ. അപ്പോ മോൾക്കൊരു ഡ്രസ്സ് എടുക്കാൻ പോവാ. ചേട്ടന്താ പള്ളിക്ക് പുറകിലുള്ള റോഡിൽ വരുവേ? ആ ശരി എന്നാ. ഓക്കെ, ഞാൻ വിളിച്ചോളാം. പറഞ്ഞോളാം. ഓക്കെ. ഓ ഇവളെന്താ പറയുന്നേ? അല്ല, നാളെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞതാ. ജോണിയുടെ ഭാര്യയല്ലേ? അതെ. ജോണി ആൻ്റണിയും ഒരു സ്ഥലം വരെ പറഞ്ഞു വിട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ സ്കൂൾ ഫീസ് അടയ്ക്കാനും മോക്ക് ഡ്രസ്സ് എടുക്കാനും പോവല്ലേ? അതെ. അപ്പോൾ പണം എൻ്റെ കയ്യിൽ തന്നു വിട്ടിട്ടുണ്ട്. ജോണി വീട്ടിലേക്ക് വരും. ആണോ? പള്ളിക്ക് പുറകിലുള്ള റോഡിൽ അവരെ കാണാത്തത് കൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്. ദേഷ്യപ്പെട്ട് അവള് കൊച്ചിനെ കൊണ്ട് വീട്ടിലേക്ക് പോയിട്ടുണ്ടാവുന്നല്ലേ? അതെ. നീ ഒരു കാര്യം ചെയ്, ആ ഓഫ് ചെയ്ത് വെച്ചേക്കണ മൊബൈൽ എടുത്ത് ഓൺ ചെയ്തിട്ടേ ഭാര്യനോടുള്ള കാര്യം പറയും. മൊബൈലൊന്നും എടുത്ത് വിളിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, വലിയ പ്രശ്നമായിരിക്കും ഉള്ളത്. പിന്നല്ലാതെ വീട്ടിലേക്ക് നേരിട്ട് എന്ന് കാര്യം പറയാം. എങ്കിൽ പിന്നെ ആലോചിക്കാനൊന്നുമില്ല, നീ വേഗം വീട്ടിലേക്ക് ഇല്ലേ. ഞാൻ ഒറ്റയ്ക്ക് പോകാനാ? അല്ലാതെ പിന്നെ ഞാനും കൂടെ വരാം. ഇനിയിപ്പോ ഇത് നല്ല രീതിയിൽ തീരേണ്ടത് നിന്റെയും കൂടി ഉത്തരവാദിത്വമല്ലേ? നീ വാ. വാ. എടാ, അകത്താരും ഇല്ലെന്ന് തോന്നുന്നു. അവരകത്തുണ്ട്. അപ്പാ
ദേ അപ്പ വന്നു. അതാ വരുന്നു. മോളെ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു അങ്കിൾ. ഓ അപ്പ താങ്ക് യു അപ്പ. പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ പോയില്ല. അപ്പ വന്നിട്ട് പോവാന്ന് അമ്മ പറഞ്ഞു. ഉം. എങ്കിൽ പോവാ അപ്പ. എനിക്ക് ഐസ്ക്രീം മാത്രം മതി. ഈ കൊച്ചിന്റെ ഒരു കാര്യം. ആ ഏട്ടാ, ആള് നല്ല സന്തോഷത്തിലാ. ആ പിന്നെ ചേട്ടാ, ഉം. അവക്ക് ഇഷ്ടപ്പെട്ട ബ്ലാക്ക് ജീൻസും വൈറ്റ് ടീഷർട്ടും ഒക്കെ വാങ്ങിച്ചു. സ്കൂളിൽ ചെന്ന് ഫീസും അടിച്ച് ഞങ്ങളിങ്ങ് പോന്നു. നല്ല ആളാ. ആ മാത്യു ചേട്ടന്റെ കയ്യിൽ ക്യാഷ് കൊടുത്തു വിട്ടിട്ട് ആളങ്ങ് പോയില്ലേ. ഞാൻ ചായ എടുക്കാം, നിങ്ങൾ ഇരിക്ക്. അതെ, മാത്യു ചേട്ടനാ? അതെ വീണേ, ആ വീണേ എന്താ ഏട്ടാ? ചായ ഇപ്പം എടുക്കണ്ട കേട്ടോ. എന്തോ പറ്റി? അല്ല ഇപ്പൊ പെട്ടെന്നൊരു കോള് വന്നേ, ഞങ്ങൾ അങ്ങോട്ട് പോവാ. ഞാൻ പോയിട്ട് വരാം. പിന്നെ ആ, ആ മാത്യു ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല. നിങ്ങൾ രണ്ടുപേരെയും എവിടെയോ പറഞ്ഞു വിട്ടിരിക്കാന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ ചേട്ടൻ തന്നെ പള്ളിയുടെ അങ്ങോട്ട് വന്നാണെന്നും പറഞ്ഞു. എന്നിട്ട് ഞങ്ങളൊരു ഓട്ടോയിൽ കയറ്റി സ്കൂളിന്റെ മുന്നിൽ ഇറക്കി വിട്ടു. പിന്നെ ഡ്രസ്സും കേക്കും ഒക്കെ ഞങ്ങൾ തന്നെ പോയി വാങ്ങി. എന്തേട്ടാ? വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. അബദ്ധാഭിപ്രായം ചിന്താക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 24-ാം വാക്യം. ഒന്നുമില്ല. എന്നാ ഞങ്ങളെന്നാ പോയിട്ട് വരാം. വാടാ. ആ ശരി. ആ കളയാണ്ട്. മാറി നിൽക്കടാ. ആ നിങ്ങളിത് എപ്പോ വന്നു? ഞങ്ങള് വന്നിട്ട് കുറച്ചു നേരമായിട്ടുള്ളു. വീട്ടിൽ ചോദിച്ചപ്പോ പറഞ്ഞ് ചേട്ടൻ ഇങ്ങോട്ട് പോന്നെന്ന്. ആ ഇടയ്ക്ക് വന്ന് ഇവരൊക്കെ നോക്കി കുറച്ച് വയ്ക്കോലോ പുല്ലൊക്കെ ഇട്ട് കൊടുക്കും. അല്ല, നോക്കാൻ വേറെ ആളുണ്ട്, അയാളിതെല്ലാം ചെയ്യുന്നത്. ചേട്ടാ, നമ്മൾ തമ്മിൽ കണ്ടതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ പോയിരുന്നു. എന്നെ കണ്ട കാര്യം ഭാര്യയും മോളും പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അതുമാത്രമല്ല, ചേട്ടൻ ചെയ്തതെല്ലാം. എനിക്ക് ചേട്ടനോട് നന്ദി പറയണോ അതോ ചേട്ടൻ്റെ കാല് പിടിക്കണോ എന്നറിയില്ല. അതേ ഏട്ടാ, ഇവൻ എന്നെയും വിളിച്ചോണ്ട് ചേട്ടന്റെ വീട്ടിലേക്ക് വരികയായിരുന്നു. ചേട്ടൻ്റെ പണം ആ ജോസഫ് ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചത്, അത് തിരികെ തരാതിരുന്നതും ചേട്ടനോട് മര്യാദയില്ലാതെ സംസാരിച്ചതുമെല്ലാം വലിയ തെറ്റാണ്. എന്നിട്ടും ചേട്ടൻ എന്നോടും എൻ്റെ കുടുംബത്തോടും കരുണ കാണിച്ചു. ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. എൻ്റെ ഭാര്യയും മോളും ഒക്കെ വലിയ സന്തോഷത്തിലാണ്. ജോണിയുടെ മോള് മിടിക്കുക. ഞാൻ വണ്ടി മനഃപൂർവ്വം വാങ്ങിക്കാതിരുന്നതല്ല. വണ്ടി ഓടിക്കാനിരുന്ന ആള് ആക്സിഡൻ്റായി കിടക്കുക. എൻ്റെ മോനെ, ഇനി അവൻ എഴുന്നേറ്റ് നടക്കാൻ ഒരു 5-8 മാസമെങ്കിലും എടുക്കും. പിന്നെ നിങ്ങളുടെ കയ്യിൽ ആ ജോസഫിൻ്റെ കാശ് തന്നതും നിങ്ങൾ എന്നോട് രാവിലെ അങ്ങനെയൊക്കെ പറഞ്ഞതും ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു. അപ്പോൾ അവനാ എന്നോട് പറഞ്ഞത് ആ മോളുടെ ഫീസ് അടയ്ക്കാനും കേക്ക് വാങ്ങാനും ഡ്രസ്സ് വാങ്ങാനും ഒക്കെ. ചേട്ടാ, അത് ഞാൻ ഒന്നും പറയണ്ട. രണ്ടാളും വീട്ടിലേക്ക് വന്നാലേ ഓരോ ചായ കുടിക്കാം. ബുദ്ധിമുട്ടില്ലെങ്കിൽ എൻ്റെ മോനെയും കാണാം. വിദ്വേഷത്തിന്റെ വേരു വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. ഹെബ്രായർ 12-ാം അധ്യായം 15-ാം വാക്യം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ,
മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.